നമസ്കാരം പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ നിലമ്പൂർ ശ്യാം സുന്ദറാണ്. നമ്മുടെ മലയാളികൾക്ക് എന്ത് പറ്റി? ഏഷ്യാനെറ്റിലെ ഒരു പ്രധാന പരിപാടിയാണ് ബിഗ് ബോസ്. ഈ ബിഗ് ബോസ് ഒരുവിധം നാണോ മാനം ആത്മാഭിമാനമുള്ളവൻ ഇന്നത് കാണുമോ? പ്രത്യേകിച്ച് കുടുംബസമേതം. എന്തെല്ലാം ആഭാസമാണ് അതിൽ കാണുന്നത്. എത്ര നല്ല പരിപാടിയായിരുന്നു ആദ്യമൊക്കെ. നമ്മുടെ മോഹൻലാലിനെ പോലുള്ള ബഹുമാനപ്പെട്ട കേണൽ മോഹൻലാലിനെ പോലുള്ള സൂപ്പർ സ്റ്റാർ ഇതുപോലുള്ള വൃത്തികെട്ട പരിപാടിയിലൊക്കെ അവതാരകനായിട്ട് വരിക എത്രമാത്രം നാണം കെട്ട പരിപാടിയാണത്. ജാസ്മിൻ ഇവളും ഗബ്രി എന്ന ചെങ്ങ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്ന ആ പരിപാടിയിൽ. ഒരു കുടുംബമായി ജീവിക്കുന്ന കുട്ടികളും മക്കളും ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അമ്മ മുത്തശ്ശി ഇവരെല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്ന പരിപാടിയാണോ ഈ ബിഗ് ബോസ്? പണം കിട്ടുന്നുണ്ട് എന്ന് കരുതിയിട്ട് കോടിക്കണക്കിന് ആളുകളാണ് ഇത്രയും കാശ് മുടക്കി എടുക്കുന്ന ഈ പ്രോഗ്രാം കാണുന്നത് എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് ഉമ്മ വെച്ച് കളിക്കാനുള്ളതാണോ ആ പരിപാടി? അതിനവൾ വല്ല ലോഡ്ജിൽ പോട്ടെ. ഇത്തരം ആഭാസകന്മാർക്ക് പറ്റിയ പരിപാടി അതാണ്. ജനകീയമായി കാണുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെയൊക്കെ വളരെ നല്ലൊരു പരിപാടിയാണെന്ന് കരുതി, അതും ഏഷ്യാനെറ്റ്, മലയാളത്തിലെ ഏറ്റവും നമ്പർ 1 ചാനൽ എന്ന് അവകാശപ്പെടുന്ന ഏഷ്യാനെറ്റിൽ ഇമ്മാതിരത്തെ തോന്നിയസം വരാൻ പാടുമോ? അതിൽ നടത്തിപ്പുകാരല്ലേ നോക്കേണ്ടത്? ഇതൊക്കെ മേലിന്മാതിരത്തെ പൊട്ടത്തരം വേണ്ടാത്ത അനാവശ്യമായുള്ള പരിപാടി ചെയ്താണുണ്ടല്ലോ ഏഷ്യാനെറ്റും മോഹൻലാലും ഉള്ള ബിഗ് ബോസ്. ജാസ്മിൻ, അണ്ണാങ്കട്ട, ഗബ്രിയൽ, അവർക്കൊക്കെ വേറെ പണിയില്ലടാ ചങ്ങായിമാരെ. ആളുകളെ വിഡ്ഢികളാക്കുകയാണോ? ഇതുപോലെ നല്ല നല്ല പരിപാടികൾ കാണിക്കേണ്ട ഒരു ചാനലില് അത്രയും സമയം എന്തൊക്കെയാണ് പേക്കൂത്തുകൾ കാണിക്കുന്നത്? ഏതൊരു പരിപാടി ചെയ്യുകയാണെങ്കിലും അത് പൊതുജനങ്ങൾ പ്രത്യേകിച്ച് മാന്യമായി സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഒരു നല്ലൊരു പ്രോഗ്രാം കാണാമെന്ന് കരുതി ടി വിൻ്റെ മുമ്പിലിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ വിഡ്ഢിവേഷം കെട്ടിക്കരുത് കേട്ടോ. അങ്ങനത്തെ വിഡ്ഢിവേഷം കെട്ടണമെങ്കിൽ സാധാരണ രീതിയിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുക, എന്നിട്ട് അതിൽ വായ തോന്നിയതും ഒക്കെ വിളിച്ച് പറയാം. അപ്പം അത് ആസ്വദിക്കാൻ കുറേ മണ്ടന്മാരുണ്ടാവും. ഓക്കെ, അപ്പം നല്ല നല്ല പ്രോഗ്രാം ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ശ്രീ മോഹൻലാൽ അവർകളോട്. കാരണം അങ്ങേപ്പോലുള്ളൊരു മഹാനടൻ നമ്മളൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അല്ലെങ്കിൽ താലോലിച്ച് ഞങ്ങളൊക്കെ അഭിമാനമായിട്ട് കാണുന്ന ഒരു മഹാനടനാണ് അങ്ങ്. ഇവരെ പോവാതിരി ലോക്കൽ പട്ടിഷോയില് ഇതുപോലെ കുറച്ച് കാശ് കിട്ടുമെന്ന് കരുതിയിട്ട് അതിലൊന്നും ചെന്ന് പെടാതിരിക്കാൻ നോക്കുക. അങ്ങയോടുള്ള സ്നേഹവും ബഹുമാനവും വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, ദയവ് ചെയ്ത് ഇനി മേലിൽ ഒന്നില്ലെങ്കിൽ ആ ഒരു ബിഗ് ബോസ് എന്ന ആ ഒരു പട്ടി ഷോ നിർത്തലാക്കുക. ഇല്ലെങ്കിൽ മാന്യമായിട്ട് ഇവരൊക്കെ വസ്ത്രധാരണം എന്താണ്? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ തന്നെയല്ലേ? അതോ ബാംഗ്ലൂരും അല്ലെങ്കിൽ ബോംബെയിലും അല്ലെങ്കിൽ ജർമ്മനിയും ഫ്രാൻസിലും ഇറ്റലിയിലുള്ള ജനങ്ങളാണോ? എത്ര ആഭാസമായിട്ടാണ് അവരുടെയൊക്കെ വസ്ത്രധാരണമൊക്കെ. അവർ തോന്നുന്ന രീതിയിൽ വസ്ത്രം ധരിക്കണം വെച്ചാൽ വീട്ടിലാണ് ചെയ്യുക, പബ്ലിക്കിൻ്റെ ഇടയിലല്ല. പബ്ലിക്കിൻ്റെ ഇടയിലാകുമ്പോൾ ഇതുപോലുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും സ്വാഭാവികമായിട്ടുണ്ടാവും. ബിഗ് ബോസിൽ സീസൺ 6 ലേശം മാന്യ മര്യാദയൊക്കെ ആവുന്നതാണുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഒരുപാട് പേര് ഉറ്റുനോക്കി. അതിന് മുമ്പത്തേതൊക്കെ ഒരുവിധമൊക്കെ ഭംഗിയായിട്ട് തന്നെ പോയി. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ അപമര്യാദ രീതിയിലും ആഭാസമായ രീതിയിലൊക്കെയാണ് ഇതിൻ്റെ അവതരണം. അത് ഡയറക്ടേഴ്സും ശ്രദ്ധിക്കുക, പ്രൊഡ്യൂസർമാർ ശ്രദ്ധിക്കുക, ചാനലുകാർ ശ്രദ്ധിക്കുക, അവതാരകർ ശ്രദ്ധിക്കുക. ഇതിലെ അഭിനയിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവർ ജീവിച്ച് കാണിക്കുന്ന ആളുകൾ, നല്ല നല്ല രീതിയിലൊക്കെ അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അതില്. അപ്പോൾ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നല്ല നല്ല രീതിയിലുള്ള പരിപാടികൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. കാരണം മറ്റുള്ള ആളുകൾ, പ്രത്യേകിച്ച് കുട്ടികൾ കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധം എല്ലാവർക്കും ഇരിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം.